നമസ്കാരം. നമ്മുടെ അടുക്കളയിൽ ദിവസേന എന്നുള്ളതുപോലെ നമ്മൾ ഉപയോഗിച്ചു വരുന്നതും അറിഞ്ഞോ അറിയാതെ തന്നെ ഇതിൻ്റെ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളെല്ലാം മനസ്സിലാക്കാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയാണ് സവാള എന്നുള്ളത്. ഈ സവാളയെക്കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരീക്ഷിച്ച് നോക്കാറുണ്ടെങ്കിലും ഇത് കറികളിൽ ഉൾപ്പെടുത്താറുണ്ടെങ്കിലും നമുക്കറിയാതെ പോയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരിയേറെ ആരോഗ്യപരമായിട്ടും സൗന്ദര്യ മേഖലയിലും ഒക്കെ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു പച്ചക്കറി കൂടിയാണ്. ഇതിൽ പ്രീബയോട്ടിക്സും ഫൈബറും ഒക്കെ തന്നെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. കറികളിലൊക്കെ നമ്മൾ നിത്യേന അറിയാതെ തന്നെ ഉൾപ്പെടുത്തി പോകുന്ന ഒന്നാണ്. കറികളുടെ സ്വാദ് കൂട്ടാൻ മാത്രമല്ല ഒരുപാടേറെ ഗുണങ്ങളും കൂടെ അടങ്ങിയിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫ്ലാവനോയിഡ് ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററിയുമായിട്ടുള്ള ക്വെർസിറ്റിൻ എന്നുള്ള ഘടകം എപ്പോഴും തന്നെ നമ്മുടെ ശരീരത്തിൽ നീരിനെ അകറ്റാൻ വേണ്ടിയിട്ടായാലും അതുപോലെ തന്നെ പ്രമേഹ രോഗികൾ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആവാറുണ്ട്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവൽ കൂടിയിരിക്കുന്നവർക്ക് വളരെ നല്ലൊരു ആശ്വാസമേകുന്ന ഒന്നാണ് സവാള ഉപയോഗിക്കുന്നത്. അതുപോലെ ബ്ലഡ് പ്രഷർ കൂടിയിട്ടുള്ള അവസ്ഥയിലും നമുക്കിതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ചില ലോക്കലൈസ്ഡ് ആയിട്ടുള്ള വീക്കം വരുന്ന ചില ഭാഗങ്ങളിൽ വരുന്ന വീക്കം, വേദന, ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ ഉള്ളിലേക്ക് കഴിക്കുന്നത് പോലെ തന്നെ ഇത് അരച്ചു പുരട്ടുന്നതും വളരെ നല്ലതാണ്. ലഭതേ ബലവർണ്ണൗജ സ്വര സൗമന്യ തേജാംസി എന്നും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് ശരീരബലം വർദ്ധിപ്പിക്കാൻ എന്നുള്ളതുപോലെ തന്നെ ഇത് സ്വരമാധുര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കോൾഡൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ സൗണ്ട് പോകുന്നതായിട്ട് കാണാറില്ലേ, അത്തരം സന്ദർഭങ്ങളിൽ ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുപോലെ കഫം കൂടിയിട്ടുള്ള അവസ്ഥയിൽ കഫത്തെ പുറത്ത് കളയാനായാലും അല്ലെങ്കിൽ ആസ്മ ബുദ്ധിമുട്ടുകൾ, റെസ്പിറേറ്ററി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനും ഒക്കെ തന്നെ സവാള സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ വർണ്ണീകരമായിട്ടുള്ളതാണ്. നമ്മുടെ സ്കിന്നിന് നല്ല യൂത്ത്ഫുൾ ആയിട്ടും ആ ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഇഫക്റ്റ് തരാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ ഇത് സൗന്ദര്യ മേഖലയിലും അത്ര പുറകിലല്ല എന്ന് മനസ്സിലായില്ലേ. അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ വരുന്ന ഡാൻഡ്രഫ് അല്ലെങ്കിൽ താരന മാറ്റാൻ വേണ്ടിയിട്ടായാലും, മുടി കൊഴിഞ്ഞു പോകുന്ന മുൻവശത്തൊക്കെ തന്നെ മുടി കൂടുതലായിട്ട് കൊഴിഞ്ഞ് നെറ്റി കയറുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ലൈന് മുടി വകച്ചിലെടുക്കുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ വീതി കൂടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ ഡൈല്യൂട്ട് ചെയ്ത് അലോവേര ജെല്ലിൻ്റെ കൂടെയോ ഓയിലിൻ്റെ കൂടെയോ ഒക്കെ തന്നെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ചെറിയ ബേബി ഹെയർസ് വരാനും ആ ഭാഗങ്ങളിൽ ഫില്ലായി മുടി വരാനും ഒക്കെ തന്നെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് തന്നെ നമുക്ക് ഇതിൻ്റെ എണ്ണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ സവാള ഉപയോഗിച്ചിട്ട്. അതുപോലെ സവാളയുടെ തൊലിയും വളരെയധികം ഗുണമുള്ളതായിട്ട് കാണാറുണ്ട് മുടിയിലെ കാര്യങ്ങളിൽ. അതുപോലെ മുടി കറുപ്പിക്കുന്നതിനും ഇത് കരിച്ചുണക്കി എടുത്തിട്ടൊക്കെ എടുക്കുന്ന വിദ്യയൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളി എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ബീജം പലാണ്ടോ വൃഷ്യസ്യാത്തു ദന്തകീട പ്രമേഹജിത് എന്നുള്ളതും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. നമുക്ക് ഡെന്റൽ കേരീസ് പോലുള്ള മോണരോഗങ്ങൾ പോലെ ബുദ്ധിമുട്ടുകൾ, പല്ലിന് ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിനും കൂടെ നമുക്കിത് വളരെ നല്ലതാണ് ഉള്ളിലേക്ക് എടുക്കുന്നത്. അതുപോലെ തന്നെ ലൈംഗിക ശേഷിക്കുറവ്, ഉദ്ധാരണക്കുറവ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് സവാള ഉപയോഗിക്കുന്നത്. ഉള്ളിയിൽ അടങ്ങിയിട്ടുള്ള സെലീനിയം എന്നുള്ളത് വൈറ്റമിൻ ഇയുടെ ആഗിരണവും ഉൽപ്പാദനവും ഒക്കെ കൂട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിന് നമുക്കറിയാം എത്രത്തോളം ഗുണകരമാണ് വൈറ്റമിൻ ഇ എന്നുള്ളത്. അതുമാത്രമല്ല നമുക്ക് നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനും ഒക്കെ തന്നെ വൈറ്റമിൻ ഇ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളെയൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. അത് ഉള്ളിലേക്ക് ഒരു ദിവസത്തിൽ ഒരു സവാള എന്നുള്ള രീതിയിലെങ്കിലും എടുക്കാം. ഏറ്റവും നല്ലൊരു വഴി നമ്മളിത് വഴറ്റിയെടുക്കുന്നതിലും നല്ലത് സാലഡിലൊക്കെ തന്നെ റോ ആയിട്ട് അല്ലെങ്കിൽ പച്ചയായിട്ട് തന്നെ അരിഞ്ഞിട്ടിട്ട് അത് കഴിക്കുന്നതാണ്. എത്രയേറെ ഹെവി ആയിട്ടുള്ള ഇൻഡൈജസ്റ്റഡ് ആയിട്ടുള്ള ആഹാരം നമ്മൾ ഉള്ളിലേക്ക് എടുത്താലും അതിന് കൂടെ അല്പം സവാള ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ക്രമേണ നമ്മൾ സാധാരണ നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞ സവാളയൊക്കെ തന്നെ സാലഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കഴിക്കുന്നതാണല്ലേ. ഇനി ഇതൊന്ന് മാറ്റി ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ, വളരെയധികം ഗുണം കാണാൻ പറ്റും. ഇനി ഹെമറോയിഡ് അല്ലെങ്കിൽ പൈൽസ് രോഗികളൊക്കെ ആണെങ്കിൽ അവർക്ക് മലബന്ധം ഉള്ളത് വിട്ടുമാറാത്തൊരു പ്രശ്നമായിരിക്കും. അപ്പോൾ അതിന് നിങ്ങൾക്ക് മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഉള്ളിയുടെ ഉപയോഗം തന്നെ ക്രമേണ ഈ ഒരു പ്രശ്നത്തിനെ മാറ്റിയെടുക്കാനും ബ്ലീഡിങ് പൈൽസിനെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടിയിട്ട് അത്തരം പൈൽസ് രോഗികളും ബ്ലീഡിങ് പൈൽസ് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സവാള തന്നെ
തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ ഇരട്ടി പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് ആ സവാള അതിൽ നിന്ന് മാറ്റി ആ പാല് അല്പാൽപമായി ഇടയ്ക്കിടെ കുടിക്കുന്നതും ഒക്കെ തന്നെ ഇതുപോലുള്ള ബ്ലീഡിങ്ങിനെ കുറയ്ക്കാനും കൂടെ സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ ഇയും സിയും കെയും ഒക്കെ അടങ്ങിയിട്ടതുകൊണ്ട് തന്നെ നമുക്കിത് സ്കിന്നിനും ഹെയറിനും മാത്രമല്ല കേട്ടോ, കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഓവറോൾ ബോഡിയുടെ ഹെൽത്തിനും ഒക്കെ തന്നെ വളരെ ഗുണകരമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കുടലിൽ നിന്നുള്ള അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെയൊക്കെ ഇത്തരം ടോക്സിൻസിനെ എല്ലാം തന്നെ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുഴുവനായിട്ട് നീക്കം ചെയ്യാനും കൂടെ സഹായിക്കുന്ന ഒരു കാര്യമാണ് സവാള എന്നുള്ളത്. കോൾഡും ആസ്മയും പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുള്ള സ്ഫോടം, കഫത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് സവാളയുടെ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ തന്നെ നെയ്യിൽ വറുത്തെടുത്തിട്ട് അത് ഉള്ളിലേക്ക് എടുക്കുന്നത് ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ കുറയ്ക്കാനും കൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഒരു 10 ml ജ്യൂസ് വെള്ളം ചേർക്കാണ്ട് പിഴിഞ്ഞെടുത്തിട്ട് അത് അല്പം റോക്ക് സാൾട്ട് അല്ലെങ്കിൽ ഇന്ദുപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് ഡൈജഷൻ കുറവുള്ള അല്ലെ ദഹനം നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നിക്കുന്നു എന്നുള്ള അവസ്ഥകളിലൊക്കെ തന്നെ വളരെ നല്ലൊരു സഹായിയായിട്ട് മാറാറുണ്ട് ഈ രീതിയിലുള്ള പ്രയോഗം. അതുപോലെ ഡെന്റൽ കേരീസോ അല്ലെങ്കിൽ നമ്മുടെ മോണയ്ക്ക് വരുന്ന ഇൻഫ്ലമേഷൻ ഒക്കെ ആണെങ്കിൽ അതിനെ കുറയ്ക്കാനും ഇതുപോലെ അല്പം പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ട് ആ ഭാഗങ്ങളിലൊന്ന് കടിച്ചു പിടിക്കുന്നതും അതിൻ്റെ നീര് കുടിക്കുന്നതും ഒക്കെ തന്നെ അത് കുറയ്ക്കാനും വേദന കുറയ്ക്കാനും അതിൻ്റെ നീര് വന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാനും ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. ഒരു ഉള്ളിയിൽ 44 കലോറി മാത്രമേ അടങ്ങിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഇതിൽ ധാതുക്കളും മിനറലുകളും അതുപോലെ തന്നെ ഗണ്യമായ അളവിൽ ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. ദിവസേന ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറി ആണെങ്കിലും നിങ്ങൾ അറിയാത്ത ചില ഗുണങ്ങളൊക്കെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.